ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. സഞ്ജാതകോപസ്ഫുരിതാരുണാധരം സംദശ്യദദ്ഭിർദധിമന്ഥഭാജനം ഭിത്വാ മൃഷാശ്രുർദൃഷദശ്മനാരഹോ ജഘാസഹയ്യംഗവമന്തരം ഗതഃ. ഇവിടെ കപടമാനുഷ ബാലവേഷം കെട്ടിയെത്തിയ ആ പൊന്നുണ്ണിക്കണ്ണൻ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ തനിക്ക് പൂർണ്ണമായും തൃപ്തിയാവാത്തിടത്ത് പ്രതികരിക്കുന്നത്, അതേ വിധത്തിൽ ഇവിടെ നമുക്ക് ഈ ഉണ്ണിക്കണ്ണനും പ്രതികരിക്കുകയാണ്. സംജാതകോപ സ്ഫുരിതാരുണാധരം. സംജാതകോപ, തന്നെ ആ അമ്മ മടിയിൽ നിന്ന് ഇറക്കി നിർത്തിയിട്ട് അടുപ്പിൽ വെച്ചിരുന്ന പാൽ വാങ്ങി വയ്ക്കുന്നതിനായി പോയപ്പോൾ വർദ്ധിച്ച കോപമാണ് ഉള്ളിലുണ്ടായത്. അതിയായ കോപമുണ്ടായി. സ്ഫുരിതാരുണാധരം. സ്ഫുരിത അരുണ അധരം. അധരം എന്നാൽ ചുണ്ട്, അരുണ എന്നാൽ അരുണവർണ്ണത്തോടു കൂടിയതെന്ന്. ഇളം ചുവപ്പ് നിറത്തിലുള്ള ഭഗവാന്റെ ആ ചുണ്ടുകൾ സ്ഫുരിത, അങ്ങനെ ഇളകിക്കൊണ്ടിരുന്നു. അങ്ങനെ ചുണ്ടുകളൊക്കെ വിതുമ്പുകയാണ്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെയോ സന്ദശ്യ ദദ്ഭിർദധി മന്ഥഭാജനം. സന്ദശ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അമർത്തി കടിച്ചു പിടിക്കുക. എന്താ? ദദ്ഭിർദധി മന്ഥഭാജനം. ദദ്ഭിഹി എന്ന് പറഞ്ഞാൽ പല്ലുകൊണ്ട്, തൻ്റെ ദന്തങ്ങൾ കൊണ്ട് അങ്ങോട്ട് കടിച്ചു പിടിച്ചു. ദദ്ഭിർ ദധി മന്ഥഭാജനം. ദധി തൈര് കടഞ്ഞുകൊണ്ടിരുന്ന ആ ഭാജനം, ആ പാത്രത്തെ. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ദേഷ്യമങ്ങനെ വർദ്ധിച്ചു വരികയാണ്. തനിക്ക് സഹിക്കാനാവാത്ത കോപമാണ്. താൻ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയുടെ മടിയിലിരുന്ന് പാല്. അപ്പോഴാണ് തന്നെ ഇറക്കി താഴെ നിർത്തിയിട്ട് അമ്മ പോയത്. അപ്പോഴോ ആ വർദ്ധിച്ച കോപത്തോടു കൂടി ചുണ്ടുകളൊക്കെ വിറയ്ക്കുകയാണ്. ആ ഇളം ചുവപ്പ് നിറത്തിലുള്ള ചുണ്ടുകളൊക്കെ വിറയ്ക്കുകയാണ്. പല്ലുകൊണ്ട് ആ ദേഷ്യം കടിച്ചമർത്തി. പക്ഷെ എന്നാലും പുറമേ അത് എത്രമാത്രം അത് ഉള്ളിലടക്കിയാലും അത് പുറമേ അത് വന്നു കഴിയുമ്പോൾ മാത്രമേ പുറമേക്ക് അതിനെ അങ്ങോട്ട് പൊട്ടിച്ച് കളയണം. അപ്പോൾ മാത്രമേ അത് അടങ്ങുകയുള്ളൂ. ഒരു ഡാമിൽ വെള്ളം കെട്ടി നിർത്തുന്ന പോലെയാണ് നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ നമ്മൾ കെട്ടി നിർത്തിക്കഴിഞ്ഞാൽ അത് ഒരു നിമിഷം അത് പൊട്ടി മുഴുവൻ പുറത്തേക്ക് ഒഴുകും. ഇവിടെയും കോപം അങ്ങനെ വർദ്ധിച്ച് പല്ലുകൾ കൊണ്ട് കടിച്ചമർത്തിയെങ്കിലും സഹിച്ചില്ല. ഒടുവിൽ ആ തൈര് കടഞ്ഞുകൊണ്ടിരുന്ന ആ പാത്രത്തെ ഭിത്വാ അങ്ങോട്ട് പൊട്ടിച്ചു. തൻ്റെ ദേഷ്യം എങ്ങനെയാണ് തീർക്കേണ്ടത് എന്ന് അറിയില്ല. പക്ഷെ ദേഷ്യം അടക്കാനും കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ആ തൈര് ഉടച്ചുകൊണ്ടിരുന്ന പാത്രത്തെ തന്നെ അങ്ങോട്ട് ഉടച്ചു കളഞ്ഞു. എന്നിട്ട് ദൃഷദശ്മനാരഹോ. ദൃഷദശ്മന, ഇവിടെ ഭിത്വ അമൃഷാശ്രുറാണ്, അവിടെ ചേർത്താണ് വരേണ്ടത്. ഭിത്വ അമൃഷാശ്രുർ അശ്മന. അമൃഷാശ്രുഹു എന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ണിലൊക്കെ അങ്ങനെ വെള്ളം, ആ കുഞ്ഞു കണ്ണിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ണീരങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു കോപം, ഒരു സാധാരണ ഉണ്ണി എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ ദേഷ്യം അങ്ങനെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. സങ്കടം കാരണം കണ്ണുകളിലെ കണ്ണുനീര് നിറഞ്ഞിട്ടുണ്ട്. വിറയ്ക്കുകയാണ് ചുണ്ടുകളൊക്കെ. പിന്നെയോ ദേഷ്യം കടിച്ചമർത്തിയിട്ടുണ്ട്. പല്ലുകൾ കൊണ്ട് അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുക. എന്നിരുന്നാലും ആ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുണ്ടായിരുന്ന ആ തൈരിൻ്റെ കലം തന്നെ, ആ കുടം തന്നെ അങ്ങോട്ട് അടിച്ചു പൊട്ടിച്ചു. എന്നിട്ടോ ദൃഷദശ്മന, എങ്ങനെയാ? തൻ്റെ കയ്യിലുണ്ടായിരുന്ന കല്ലുകൊണ്ടുള്ള ഒരു കളിക്കോപ്പ് കൊണ്ടാണ്
അടിച്ചു പൊട്ടിച്ചത്. ഇവിടെ പലതരത്തിൽ പറയാറുണ്ട്. അമ്മിക്കല്ലിൻ്റെ കുഴവി എടുത്തിട്ട് വന്നിട്ട് അടിച്ചു പൊട്ടിച്ചുവെന്നും, നാരായണീയത്തിൽ വരുമ്പോൾ അത് ആ തൈര് കടഞ്ഞുകൊണ്ടിരുന്ന കടകോല് കൊണ്ട് തന്നെയാണ് അടിച്ചു പൊട്ടിച്ചതെന്നും പറയാറുണ്ട്. അവിടെയും വളരെ രസകരമായ കഥ ആചാര്യന്മാർ പറയാറുണ്ട്. ഇങ്ങനെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതിയപ്പോൾ അതിൽ കടകോലുകൊണ്ട് ആ തൈരും കുടം അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു അത്രേ, ഞാനത് കണ്ടില്ലല്ലോ, അത് ഓർത്തില്ലല്ലോ ഭട്ടതിരിപ്പാടെ, ഇനിയത്തെ കൃഷ്ണജന്മത്തിൽ ഞാൻ തൈരിൻ്റെ ആ കടക്കോലെടുത്ത് തന്നെ ഞാൻ ആ തൈരും കുടം അടിച്ചു പൊട്ടിച്ചോളാം എന്ന് പറഞ്ഞു അത്രേ എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ഇവിടെ പറയണ കല്ലുകൊണ്ടുള്ള ഒരു കളിക്കോപ്പ് കയ്യിലിരുന്നത് തന്നെ എടുത്ത് അടിച്ചു പൊട്ടിച്ചു. വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയുന്ന പോലെ ഈ പൊന്നുണ്ണിക്ക്, ചെറിയ ഉണ്ണിക്ക് കയ്യിലുള്ള കളിക്കോപ്പ് തന്നെ ആയുധമായി മാറി. എന്നിട്ട് ആ തൈരും കുടമൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് രഹ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഏകാന്തത്തിൽ ജഖാസ ഹയ്യങ്കവമന്തരം ഗതഃ. ജഖാസ എന്ന് പറഞ്ഞാൽ കഴിച്ചു, ഭക്ഷിച്ചു. എന്താ? ഹയ്യങ്കവമന്തരം ഗതഃ. ഹയ്യങ്കവം അന്തരം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഹയ്യങ്കവം അന്തരം. ഹയ്യങ്കവം എന്ന് പറഞ്ഞാൽ തലേ ദിവസം എടുത്തു വെച്ചിരുന്ന ആ ഒരു വെണ്ണയെ പോയിരുന്ന് ഭക്ഷിച്ചു. എവിടെ? അന്തരം, വീട്ടിനുള്ളിൽ പോയിട്ട് തലേന്ന് എടുത്തു വെച്ചിരുന്ന, അമ്മ ഉണ്ണിക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിരുന്ന വെണ്ണ എടുത്തു വെച്ച് ഭക്ഷിച്ചു. കാരണം എന്താ? വിശപ്പടങ്ങണമല്ലോ. അതുകൊണ്ട് ഗത എന്ന് പറഞ്ഞാൽ പോയി, വീടിനുള്ളിലേക്ക് പോയിട്ട് തലേന്ന് എടുത്ത് അമ്മ എടുത്തു വെച്ചിരുന്ന വെണ്ണ മുഴുവൻ എടുത്ത് ഭക്ഷിച്ചു. മുഴുവൻ ഭക്ഷിക്കുകയല്ല, അവിടെ തനിക്ക് വേണ്ടുവോളം എടുത്തു വെച്ച് ഭക്ഷിച്ചു. അപ്പോൾ ഇവിടെ ആ പാല് കുടിച്ച് തൃപ്തിയാകാതിരുന്ന ഉണ്ണി ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള വിധത്തിൽ അവിടെ പെരുമാറിയപ്പോൾ ഏതെല്ലാം തരത്തിൽ ക്രോധത്തെ കാണിക്കാമോ ആ വിധത്തിലൊക്കെ ക്രോധത്തെ കാണിച്ചു. എന്നാൽ ഇതേ ഭഗവാൻ തന്നെയാണ് നമ്മൾ നോക്കിയാൽ ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നുണ്ട്, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധത്തിൽ നിന്നാണ് അവിവേകം. മോഹം എന്ന് പറഞ്ഞാൽ അവിവേകമാണ്. ആ മോഹത്തിൽ നിന്ന് ഓർമ്മക്കുറവുണ്ടാവും. നമ്മളെന്താ ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ ബുദ്ധി വേണ്ട വിധത്തിൽ വർത്തിക്കില്ല. അപ്പോൾ ക്രോധമുണ്ടാകുന്നതിൽ നിന്നും അജ്ഞാനമുണ്ടാകുന്നു. ആ അജ്ഞാനത്തിൽ നിന്നും ഓർമ്മക്കുറവുണ്ടാകുന്നു. പിന്നെയോ ആ ഓർമ്മക്കുറവിൽ നിന്നും സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധി തന്നെ നശിക്കുന്നു. വേണ്ട വിധത്തിൽ ബുദ്ധി വർത്തിക്കാതെ ഇരിക്കുമ്പോഴാകട്ടെ ബുദ്ധിനാശാത് പ്രണശ്യതി, ആ ബുദ്ധിനാശത്താൽ അവൻ തന്നെ നശിക്കുകയും ചെയ്യുന്നു എന്ന് ഇതേ ഭഗവാൻ അർജുനൻ ഉപദേശം കൊടുക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഭഗവാൻ ചെറിയ ഉണ്ണിയായിരിക്കുമ്പം ചെറിയ കുട്ടികൾ എങ്ങനെയാണോ പെരുമാറുക അതേ രീതിയിൽ ഭഗവാനായിരുന്നാലും ഒരു മനുഷ്യ ശിശുവായി വന്നു കഴിയുമ്പോൾ അതേ രീതിയിൽ തന്നെ ഭഗവാനും ഇവിടെ പെരുമാറുകയാണ്. തൻ്റെ കയ്യിലുള്ള കളിക്കോപ്പെങ്കിൽ കളിക്കോപ്പ് അതുകൊണ്ട് ആ തൈരും കുടം അടിച്ചു പൊട്ടിച്ചു. കാരണം തന്നേക്കാൾ പ്രിയമായി അമ്മ കരുതിയത് ഈ ബാഹ്യമായിട്ടുള്ള സമ്പത്ത്. നമുക്കറിയാം ഗോകുലത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന ഈ പാലും വെണ്ണയും തൈരും ഒക്കെ തന്നെയാണ്. അതിൻ്റെ പിന്നാലെ അമ്മ പാഞ്ഞപ്പോൾ യാതൊന്നാണോ തന്നിൽ നിന്നും അമ്മയെ അകറ്റുന്നത്, അമ്മയെ ദൂരെ നിർത്തുന്നത്, ആദ്യം അത് തന്നെ ഭഗവാൻ അങ്ങോട്ട് തല്ലിയുടച്ചു. ഇത് തന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നോക്കിയാൽ ഭഗവാനിൽ നിന്നും നമ്മളെ ദൂരെ നിർത്തുന്ന ഇതുപോലെ ഭൗതികമായ വിഷയങ്ങളാണ്. ആ ഭൗതികമായ വിഷയങ്ങൾക്ക് ഒരു ക്ഷതമേൽക്കുമ്പോൾ വീണ്ടും നമ്മൾ ഭഗവാനിലേക്ക് തന്നെ ഓടിയെത്തും അല്ലേ? അമ്മയുടെ അടുത്ത് നിന്നും അടികിട്ടി കരയുന്ന കുഞ്ഞ് അമ്മേ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് കരയുന്നത് പോലെ നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ ഭഗവാൻ യാതൊന്നാണോ അതിന് വിഘ്നമായി നിൽക്കുന്ന അതിനെ ഉടയ്ക്കുമ്പോൾ ആ ഉടച്ച ദുഃഖം തീർക്കുവാൻ വീണ്ടും ഭഗവാന്റെ അടുത്ത് തന്നെ ഓടിയെത്തും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
സഞ്ജാതകോപഃ സ്ഫുരിതാരുണാധരം സംദശ്യ ദദ്ഭിർദധിമന്ധഭാജനം ഭിത്വാമൃഷാശ്രുർദൃഷദശ്മനാരഹോ ജഘാസഹയ്യംഗവമന്തരം ഗതഃ ഭിത്വാമൃഷാശ്രുർദൃഷദശ്മനാരഹോ ജഘാസഹയ്യംഗവമന്തരം ഗതഃ. ഇവിടെ വായിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംജാത കോപഹ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്താൻ ശ്രമിക്കുക. അതുപോലെ സ്ഫുരിതാരുണാധരം, അരുണ അധരമാണ്, രണ്ടിടത്തും അകാരം ശ്രദ്ധിക്കുക. പിന്നെ ദദ്ഭിർദധി മന്ഥഭാജനം, അവിടെ കുറച്ചധികം ഖരാക്ഷരങ്ങളൊക്കെ വരുന്നുണ്ട്, കൂട്ടാക്ഷരങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക. മൂന്നാമത്തെ വരിയിൽ വരുമ്പോൾ സാമാന്യം വലിയൊരു സമസ്തപദവുമാണ്, ഇച്ചിരി ബുദ്ധിമുട്ടുമാണ് വായിക്കാൻ. ഭിത്വാമൃഷാശ്രുർ ദൃഷദശ്മനാരഹോ, അവിടെ ആ ദായൊക്കെ കൂട്ടക്ഷരമാണ്. ദൃഷദശ്മന അവിടെയൊക്കെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് എത്തില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഹയ്യങ്കവമന്തരം ഗതഃ, ഹയ്യങ്കവം അന്തരമാണ്, മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ ഗതഃ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. ഉത്താര്യ ഗോപീ സുദൃശം പയഃ പുനഃ പ്രവിശ്യ സംദൃശ്യ ച ദധ്യമത്രകം ഭഗ്നം വിലോക്യ സ്വസുതസ്യ കർമ്മ തജ്ജഹാസ തം ചാപി ന തത്ര പശ്യതി. ഉത്താര്യ, ഉത്താര്യ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് എടുത്തു വെക്കുക. ഇവിടെ പാല് തിളച്ച് തൂവിയതൊക്കെ ആ അടുപ്പിൽ നിന്ന് പാല് മുകളിൽ എടുത്തു വെച്ച് അവിടെ തിളച്ച് തൂവിയെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കിയതിന് ശേഷം, അപ്പോൾ അങ്ങനെ പാലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഗോപി സുശ്രുതം പയ പുനഃ, ഗോപി ആ യശോദാമ്മ, സുശ്രുതം എന്ന് പറഞ്ഞാൽ ആ തിളച്ച് അങ്ങനെ പൊങ്ങി വന്നതായിട്ടുള്ള ആ പാല്, പയ എന്ന് പറഞ്ഞാൽ പാലിനെ എടുത്ത് മുകളിലെടുത്ത് വെച്ചതിന് ശേഷം, പുനഃ അതിന് ശേഷം പിന്നെ പ്രവിശ്യ സന്ദൃശ്യ ചതഥ്യമത്രകം, പ്രവിശ്യ പ്രവേശിച്ചിട്ട്, സംദൃശ്യ അപ്പോൾ എവിടെ ഇരുന്നായിരുന്നോ തൻ്റെ ഉണ്ണിക്ക് പാല് കൊടുത്ത് അവിടേക്ക് അമ്മ എളുപ്പം ഓടി വന്നു. അവിടെ വന്നപ്പോഴോ സംദൃശ്യ, അവിടെ വന്നപ്പം കാണുന്നത് എന്താ, സംദൃശ്യ കണ്ടിട്ട് ചതഥ്യമത്രകം ആ തൈരിൻ്റെ പാത്രത്തെ തന്നെ, താൻ കടഞ്ഞുകൊണ്ടിരുന്ന തൈരിൻ്റെ പാത്രത്തെ തന്നെ ഭഗ്നം വിലോക്യ, ഭഗ്നം ഉടഞ്ഞതായിട്ട് ഉടച്ചിട്ടിരിക്കുന്നതായിട്ട് വിലോക്യ കണ്ടിട്ട് സ്വസുതസ്യ കർമ്മ തജ്ജഹാസതം ചാപി ന തത്ര പശ്യതി. സ്വസുതസ്യ കർമ്മ തജ്ജഹാസ, തത് ജഹാസ ആണ്, തജ്ജഹാസ സ്വസുതസ്യ കർമ്മ, തത് തൻ്റെ പുത്രൻ്റെ തന്നെ കർമ്മമാണ് ഇത്, പ്രവൃത്തിയാണിത്, തൻ്റെ ഉണ്ണി ചെയ്ത പണിയാണിതെന്ന് നല്ല ബോധ്യം വന്നതുകൊണ്ട്, മനസ്സിലാക്കിയത് കൊണ്ട് ജഹാസതം ചാപി, ജഹാസ ചിരിക്കുകയാണ് ചെയ്തത് ആദ്യം അമ്മ. കാരണം തൻ്റെ ഉണ്ണിയുടെ വികൃതി, എന്താ വികൃതി, നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണല്ലോ എന്നുള്ള ഒരു മാതൃത്വം കലർന്ന, വാത്സല്യം കലർന്ന ഒരു ചിരിയാണ് മുഖത്ത് പടർന്നത്. തം ചാപി ന തത്ര പശ്യതി, തം ച അപി അവനെ അവിടെയൊക്കെ, തത്ര അവിടെയെല്ലാം തിരഞ്ഞെങ്കിലും ന പശ്യതി കണ്ടതേയില്ല. എന്താ, തൻ്റെ ഉണ്ണിയെ ഒന്ന് കണ്ടിട്ട് ഇതൊക്കെ ഒന്ന് ചോദിക്കുകയും വേണം, ഒന്ന് വഴക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ഈ തൻ്റെ ഉണ്ണിയുടെ വികൃതി കാണുമ്പോൾ അമ്മയ്ക്കാകട്ടെ ചിരിയാണ് വരുന്നത്. അപ്പോൾ പാലൊക്കെ ഇറക്കി വെച്ചിട്ട് ഓടി വന്ന അമ്മ കണ്ട ഈ കാഴ്ച അമ്മയെ കുപിതയാക്കിയില്ല. അമ്മയുടെ മുഖത്ത് ആ തൻ്റെ ഉണ്ണിയുടെ വികൃതി ഓർത്തുള്ള വാത്സല്യം കലർന്ന ഒരു പുഞ്ചിരിയാണ് വരുത്തിയത്. അമ്മ ഓടി വരികയായിരുന്നു ആ പാലൊന്ന് വാങ്ങി വെച്ചിട്ട് തൻ്റെ ഉണ്ണിയെ വീണ്ടും മടിയിലിരുത്തി ബാക്കി പാല് കൊടുക്കുവാൻ. പക്ഷേ ഇവിടെ വന്നപ്പോഴാകട്ടെ ഉണ്ണി കാണിച്ച വികൃതി ആ അമ്മയെ തെല്ലും പ്രകോപിപ്പിച്ചില്ല എന്ന് തന്നെയല്ല, യാതൊരു ഉണ്ണിയുടെ ഏതൊരു വികൃതികളാണോ ആസ്വദിച്ച് താൻ ഈ തൈര് കടഞ്ഞുകൊണ്ടിരുന്നത്
ആ വികൃതിയുടെ പട്ടികയിലേക്ക് ഒന്നുകൂടി തൻ്റെ ഉണ്ണി കാണിച്ച ഈ വികൃതിയും കൂടെ ചേർത്ത് ആ അമ്മ ഒന്ന് മന്ദഹസിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഉത്താര്യ ഗോപീ സുശ്രുതം പയഃ പുനഃ പ്രവിശ്യ സന്ദൃശ്യ ച ദധ്യമത്രകം ഭഗ്നം വിലോക്യ സ്വസുതസ്യ കർമ്മ തജ്ജഹാസ തം ചാപി ന തത്ര പശ്യതി. ശ്ലോകം പൊതുവെ ഒരു എളുപ്പമുള്ള ശ്ലോകമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം പയഃ പുനഃ, അവിടെ രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ തജ്ജഹാസ, തത് ജഹാസ ആണ് പദം പിരിക്കേണ്ട, പക്ഷെ ജ കൂട്ടക്ഷരം ആണ്, അതുകൊണ്ട് കട്ടിയിൽ വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനിയും 8ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള ഉലൂഖല ബന്ധനം ഇതാ തുടങ്ങുകയാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.